പാഠം 4 വര. വാ നമ്മൾ ഇതിനു മുൻപേ പഠിച്ചു കഴിഞ്ഞു. വാ, വലിയ തല, ചെറിയ വാല്, മുകളിലേക്ക് പോയാൽ. ഇനി അക്ഷരം പഠിക്കേണ്ടത് എന്താണ്? ര. വളരെ എളുപ്പമാണ്. ഒരിക്കൽ നമ്മൾ ഇതിനു മുൻപേ റാ എഴുതുന്നത് എങ്ങനെയാന്ന് പഠിച്ചു. റാ എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ റാ എഴുതി അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കുനിപ്പ് കൊടുത്താൽ നമുക്ക് രാ കിട്ടും. റാ എഴുതി അതിനുള്ളിലേക്ക് ഒരു കുനിപ്പ് കൊടുത്താൽ നമുക്ക് രാ കിട്ടും. ഈ ചിത്രത്തിൽ കാണുന്നത് ഇതെന്താണ്? ഒരു വരയാണ്. വര. നമുക്ക് ഈ ഡോട്ടുകൾ കൂട്ടി യോജിപ്പിച്ച് വര എന്ന് എഴുതാം. വര. ഇവിടെ വീണ്ടും കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിക്കാം. നര, വര, പറവ. ഇത് 3 പദങ്ങൾ ചേർത്തിട്ടുള്ള വാക്കാണ് പറവ. ചിത്രത്തിൽ കാണുന്ന ഈ വാക്കുകൾ മൊത്തം നമ്മൾ അക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞവയാണ്. ആ പഠിച്ച വാക്കുകൾ ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കുക എന്ന് ചോദിച്ചാൽ ഈ വാക്കുകൾ നമുക്ക് എഴുതാവുന്നതാണ്. നര, വര, പറവ. പക്ഷികൾക്ക് പറയുന്ന മറ്റൊരു പേര്, പക്ഷി എന്നും പറയും. മറ്റൊരു പേരെന്താണ്? പറവ. വെളുത്ത മുടിക്ക് പറയുന്ന പേരെന്താണ്? നര. നമ്മൾ പറയാറുണ്ട് നരച്ച മുടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നര എന്നാൽ എന്താണ് അർത്ഥം? വെളുത്ത മുടി.